ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു ഈസി ആയിട്ടുള്ള അടിപൊളി പിസ്സ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 4 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡും മുട്ടയും ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡും മുട്ടയും മിക്സിയിൽ ഒരുമിച്ച് അടിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം. എനിക്കതിനേക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം പിന്നെ നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചിക്കനാണിത്, ഫ്രൈ ചെയ്ത ചിക്കന്. ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ടതാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിക്കൻ ഇല്ലാതെ നമുക്ക് ഈ പിസ്സ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ capsicam കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കോണാണിത്, ഫ്രഷ് കോണാണ്. ഇത് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഇത് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം. ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.